വെല്ലുവിളിക്കുന്ന, ഉപദ്രവിക്കുന്ന, അതേ കണ്ണുനീരിനും നിരാശയ്ക്കും കാരണമായി മാറിയിരിക്കുന്ന വ്യക്തികളോട്, ആ വ്യക്തികൾക്ക് പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലത്തോട്, അതെ അവയാൽ ഉരുവാക്കപ്പെടുന്ന സാഹചര്യങ്ങളോട് ദൈവം ഈ ആഴ്ച നിങ്ങൾക്ക് വേണ്ടി പകരം ചെയ്യും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന് നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക്, അതെ ആവർത്തിച്ചു പറയട്ടെ, മാനുഷികമായ മാറ്റങ്ങൾക്കല്ല, ദൈവികമായ മാറ്റങ്ങൾക്ക്, അഥവാ മനുഷ്യന് വരുത്തുവാൻ കഴിയുന്ന മാറ്റങ്ങളല്ല, അതിൽ ഉപരിയായ സൂപ്പർ നാച്ചുറലായ മാറ്റങ്ങൾക്ക് കാരണമായി രോഗം മാറി, ബാധ്യതകൾ മാറി, കടം മാറി, തകർച്ചകൾ മാറി, നിരാശകൾ മാറി, മദ്യപാന വ്യഭിചാര ബന്ധനങ്ങൾ മാറി, പൈശാചികമായ ബാധിപ്പുകൾ മാറി, പരാജയം മാറി, അതേ ഒത്തിരി നിരവധിയായ സാക്ഷ്യങ്ങൾ മാനുഷികമായല്ല. നിങ്ങൾ ഒത്തിരി ശ്രമിച്ചു, മാനുഷികമായി പരാജയപ്പെട്ട് നിന്നിടത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതേ പ്രൈസർ ഫാമിലിയിലൂടെ ദൈവം നിങ്ങളോട് സംസാരിച്ചു. വിശ്വസിച്ച നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുകയും ചെയ്തു. ഇന്നും ഒരുമിച്ചായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അവിധത്തിലുള്ള ഒരു മാറ്റം, ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, മാനുഷികമായല്ല ദൈവികമായൊരു മാറ്റം ഉണ്ടാകുവാൻ കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസനയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുവാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ച് പറഞ്ഞ ആ ആലോചനയാണ്, ആ ദൂതാണ്, അതേ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ പോകുന്ന പ്രവചന ദൂതാണ് പ്രാരംഭത്തിലെ നിങ്ങളുമായി പങ്കുവെച്ചത്. ഈ ആഴ്ച ദൈവം നിങ്ങൾക്ക് വേണ്ടി പകരം ചെയ്യും. മനുഷ്യനോടും പിശാചിനോടും സാഹചര്യങ്ങളോടും, എന്തിന് പ്രകൃതിയോടും ദൈവം നിങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഈ സമയം ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കുന്ന സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്. ദൈവം നിങ്ങൾക്ക് വേണ്ടി പകരം ചെയ്യും. അതെ, വെറും വാക്കല്ല, അതിലപ്പുറമായി ദൈവത്തിന്റെ അരുളപ്പാട്. എവിടെ നിന്ന്? വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് തെളിവ് ഉണ്ട്. എന്ത് തെളിവ്? അതെ, വിശുദ്ധ വേദപുസ്തകത്തിൽ തെളിവുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ആ തെളിവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ആ വാക്യം ഞാൻ വായിക്കും, നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കും, പ്രാർത്ഥിക്കും. അടുത്ത ആഴ്ച സാക്ഷ്യത്തോടെ നിങ്ങൾ പിന്നെയും എന്നെ കേൾക്കും. അതെ, എന്നിലൂടെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 19-ാമത്തെ വാക്യം അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവ കോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും. ദൈവം ഈ സമയം നിങ്ങളോടായി തന്റെ പരിശുദ്ധാത്മാവിലൂടെ വിളിച്ചു പറയുന്നു, അതെ, പ്രതികാരം ദൈവത്തിനുള്ളത്. എന്റെ ദൈവം പകരം ചെയ്യും. അവിടെ എന്നെ ഏറെ സന്തോഷിപ്പിച്ച ഒരു കാര്യം ആ വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും. എന്താണ്? നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ. ആമേൻ. അപ്പോ വായടച്ച് കൈമടക്കി ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട്, ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, മൗനമായിരുന്ന് നിന്റെ ദൈവം ആരെന്ന് അറിഞ്ഞുകൊള്ളുക. സഹോദരി, വായടച്ചിരുന്ന് നിന്റെ ദൈവം ആരെന്ന് അറിഞ്ഞുകൊള്ളുക. അല്ല, അവരറിയണം നിനക്കൊരു ദൈവമുണ്ടെന്ന്. നിന്നെ കരയിപ്പിക്കുന്ന, നിന്നെ നിരാശപ്പെടുത്തുന്ന, നീ നിലവിളിച്ച് കരയുക. ആമേൻ. എനിക്ക് വേണ്ടി പറയുവാൻ ആരുമില്ല. എൻ്റെ മാതാപിതാക്കൾ പോലും എൻ്റെ അവസ്ഥ അറിഞ്ഞ് എനിക്കൊപ്പം നിൽക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ ബന്ധുക്കൾ ആരും എനിക്കൊപ്പമില്ല. എനിക്ക് വേണ്ടി രണ്ട് വാക്ക് പറയുവാൻ. നിന്റെ വാക്കുകളോ വിപരീതമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നു. ഞാൻ പറയും, ഞാൻ ഇന്ന് എൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തും. ഇന്ന് ഞാൻ എൻ്റെ സങ്കടങ്ങളുടെ കെട്ടഴിക്കും. ഇന്ന് ഞാൻ അവരെ മനസ്സിലാക്കിപ്പിക്കും. എവിടെ? പൊട്ടന്റെ മുമ്പിൽ ശങ്കൂതുന്നത് പോലെ നിന്റെ ഭർത്താവിനോട് പറയുക, ഞാൻ അങ്ങനെ അല്ല, എനിക്ക് എൻ്റെ അമ്മയെ പോലെയാണ്, എനിക്ക് എൻ്റെ അപ്പനെ പോലെയാണ്, എനിക്ക് എൻ്റെ സഹോദരങ്ങളെ പോലെയാണ്, നിങ്ങളല്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല പറയുക. പക്ഷേ കേൾക്കുന്നില്ല. കേൾക്കുവാൻ കഴിയാത്ത വിധത്തിൽ കാതുകളെ
മരവിപ്പിച്ച് കളഞ്ഞൊരു പൈശാചിക മണ്ഡലം. അതെ, പിശാചിന് നിന്റെ വാക്കുകൾ കൊണ്ട് ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. കേൾക്ക്, പിശാച് മരവിപ്പിച്ച കാതുകളെ തുറക്കുവാൻ തക്കവണ്ണം കഴിവുള്ളവൻ ഇന്ന് നിന്റെ അടുക്കൽ ഉണ്ട്. വായടയ്ക്ക്, ദൈവസന്നിധിയിൽ മൗനമായിരുന്നു പ്രാർത്ഥിക്ക്. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കും. നിന്റെ ഭർത്താവിനോട് നീ പറഞ്ഞിട്ട് മനസ്സിലാക്കുവാൻ കഴിയാത്ത നിന്റെ ഭർത്താവിന് നിന്നെ മനസ്സിലാകുവാൻ തക്കവിധം എൻ്റെ ദൈവം സംസാരിക്കുക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്റെ ആമേൻ ഭർത്താവിന്റെ മാതാവിന്, ഭർത്താവിന്റെ പിതാവിന്, സഹോദരങ്ങൾക്ക്, കുടുംബക്കാർക്ക്, ചാർച്ചക്കാർക്ക് മനസ്സിലാക്കുവാൻ കഴിയും വിധം എൻ്റെ ദൈവം സംസാരിക്കും. മക്കളെ, നിങ്ങൾ ഭാരപ്പെടണ്ട. അതെ, അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, നിങ്ങളുടെ ടീച്ചേഴ്സിന് നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അതിൻ്റെ വെപ്രാളമോ അതൊന്ന് പറഞ്ഞ് ഫലിപ്പിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റാത്തതാണ്. എനിക്ക് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റാത്തതാ. പറഞ്ഞ് മനസ്സിലാക്കിക്കുവാൻ പറ്റുന്നില്ല. എന്താ എൻ്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാകാത്ത? എന്താ എൻ്റെ അപ്പൻ എന്നെ മനസ്സിലാകാത്ത? എന്താ എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ കൂട്ടുകാർക്ക്, എൻ്റെ ടീച്ചേഴ്സിനെ എന്നെ മനസ്സിലാക്കുവാൻ കഴിയാത്ത? അതെ, നീ വായിട്ടലിച്ച് ഒരു പ്രശ്നക്കാരി എന്ന ലേബൽ വാങ്ങി വെക്കണ്ട. കേൾക്ക്, മൗനമായിരിക്കെ, പ്രാർത്ഥിക്ക്. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചിലരോട് സംസാരിക്കും. ഓ താങ്ക് യു ലോർഡ്, എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചിലരോട് സംസാരിക്കും. അടഞ്ഞുപോയ ചെവികളുള്ള, അല്ല പിശാചും മനുഷ്യരും സാഹചര്യങ്ങളും നിനക്ക് വിരോധമായി അടച്ചു കളഞ്ഞ ചെവികളുള്ളവരോട് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കും. ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആ രാജ്യത്ത് അവിടെ നിന്റെ നിലനിൽപ്പ് സാധ്യമാകും വിധത്തിൽ എൻ്റെ ദൈവം ചിലരുടെ കാതിനകത്ത് സംസാരിക്കും. പുറത്തല്ല, ചിലരുടെ കാതിനകത്ത് നിനക്ക് വേണ്ടി സംസാരിക്കും. പുറത്താരും കേൾക്കാത്ത ശബ്ദം നിനക്ക് വേണ്ടി അധികാരികൾ കേൾക്കും. സ്തോത്രം. ആ തൊഴിലിടത്തിൽ നിനക്ക് വേണ്ടി പുറത്താരും കേൾക്കാത്ത ശബ്ദം നിന്റെ സ്ഥാപനത്തിന്റെ ഹയർ ഒഫീഷ്യൽസ് കേൾക്കും, സുപ്പീരിയേഴ്സ് കേൾക്കും. നീ ജോലി ചെയ്യുന്ന ആ ഭവനത്തിലുള്ള വ്യക്തികൾ മറ്റാരും കേൾക്കാത്ത ശബ്ദം കേൾക്കും. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ചിലരുടെ ചെവിക്കകത്ത് സംസാരിക്കും. ഓ താങ്ക് യു ലോർഡ്. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, നിനക്ക് വേണ്ടി നീ അവിടെ നിന്ന് പരാജയപ്പെട്ട് തലകുനിച്ചു മടങ്ങാതിരിക്കുവാൻ വേണ്ടി, നീ ആ കോടതിയിൽ നിന്ന് പരാജിതയായി നഷ്ടപ്പെട്ടവളായി മടങ്ങാതിരിക്കുവാൻ വേണ്ടി, നീ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നഷ്ടപ്പെട്ടവനായി തലകുനിച്ച് ലജ്ജിതനായി മടങ്ങാതിരിക്കുവാൻ വേണ്ടി, ആ വീട്ടിൽ നിന്ന് നീ കെട്ടും പാണ്ഡവുമായി ഇറങ്ങാതിരിക്കുവാൻ വേണ്ടി ചിലരുടെ ചെവിക്കകത്ത് എൻ്റെ ദൈവം സംസാരിക്കും. എന്തു ചെയ്യണം? നീ മൗനമായിരുന്നു നിന്റെ ദൈവം ആരെന്ന് അറിയണം. അർത്ഥം, നീ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. പനി മാറ്റുന്ന ദൈവത്തെ അറിയാം, തലവേദന മാറ്റുന്ന ദൈവത്തെ അറിയാം, ആശ്വസിപ്പിക്കുന്ന ദൈവത്തെ അറിയാം. പക്ഷേ നീ അറിയേണ്ടതുപോലെ ഇന്ന് ദൈവത്തെ അറിയുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. നോക്കൂ, ആ ഭാഗത്ത് ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആമേൻ. നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ, നിങ്ങൾ ആമേൻ ബഹളം വെച്ച് ആളെക്കൂട്ടി വാങ്ങിക്കൂട്ടാതെ, ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, നിങ്ങൾ ബഹളം വെച്ച് ആളെക്കൂട്ടി കൊട്ടക്കണക്കിന് വാങ്ങിച്ച് കൂട്ടാതെ മൗനമായിരുന്ന് ദൈവത്തിൻ്റെ കോപത്തിന് അവസരം കൊടുപ്പീൻ. ഒരിക്കൽ കൂടി, ദൈവത്തിൻ്റെ കോപത്തിന് അവസരം കൊടുപ്പീൻ. ദൈവത്തിന് കോപിക്കുവാനുള്ള ഒരു അവസരം കൊടുത്തേ. ആമേൻ. നിങ്ങളൊന്ന് സമാധാനപ്പെടും. ഓ താങ്ക് യു ലോർഡ്. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, ഒന്ന് സമാധാനപ്പെടും. ദൈവത്തിന് കോപിക്കുവാനുള്ള അവസരം കൊടുക്കുക. ദൈവം പകരം ചെയ്യും. പ്രതികാരം യഹോവയ്ക്കുള്ളത്. ആ വാക്ക് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ചിലരുടെ ഉള്ളിൽ ഒരു ചിന്ത വരും, അയ്യോ ദൈവദാസനെ എനിക്ക് വിരോധമായി നിൽക്കുന്നത് നാളെയും നീളെയും എനിക്ക് വേണ്ട എൻ്റെ പ്രിയപ്പെട്ടവരാണല്ലോ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ, കൂടെ ജോലി ചെയ്യുന്നവർ, എൻ്റെ സ്ഥാപനം, അതെ അവരൊക്കെ നാളെ നീളെ നിനക്ക് വേണം. അവരോടൊക്കെ ദൈവം പ്രതികാരം ചെയ്താൽ, നോക്കൂ, മാനുഷികമായ ചിന്തയിൽ ദൈവത്തിൻ്റെ പ്രതികാരം അത് മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിക്കരുത്. മറിച്ച് വിശുദ്ധ വേദപുസ്തകം അത് വെളിപ്പെടുത്തുന്നുണ്ട്. എவ்விധത്തിലാണ് ദൈവം
നിന്റെ പ്രിയപ്പെട്ടവരോട്. അത് തന്നെ, നിന്റെ പ്രിയപ്പെട്ടവരോട്. ഒരുപക്ഷെ അവർ പറയുന്നുണ്ടായിരിക്കാം അവരൊക്കെ നിന്റെ ശത്രുക്കളാണെന്ന്. ആമേൻ. നീ പറയുന്നത് അവിടെ നിൽക്കട്ടെ. അവർ പറയുന്നുണ്ടായിരിക്കാം അവനൊക്കെ അത് തന്നെ. അവരുടെ ഉള്ളിലൊരു ചിന്തയുണ്ട്, നീ അവൻ്റെ ശത്രുവാണ്, അവളുടെ ശത്രുവാണ്. നോ 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 നോ. ദൈവം എങ്ങനെ പ്രതികാരം ചെയ്യും, അല്ലെങ്കിൽ ദൈവം എങ്ങനെ പകരം ചെയ്യും അറിയണ്ടേ? മനുഷ്യരോട്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് എങ്ങനെ ദൈവം പകരം ചെയ്യും. നോക്കൂ, യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വളരെ മനോഹരമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. യോബിന്റെ സ്നേഹിതന്മാർ, യോബിന്റെ ബന്ധുക്കൾ അവൻ്റെ അടുക്കൽ കടന്നു വന്ന് അവൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അവനെ ആശ്വസിപ്പിക്കുകയും അവനെ ആദരിക്കുകയും ചെയ്തു. കേൾക്കണമേ, അവനെ ആശ്വസിപ്പിക്കുകയും ആദരിക്കുകയും ചെയ്തു. എന്താണ് ഈ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പ്രത്യേകത? യോബിനെ കുറിച്ച് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എന്നെക്കാളുപരി അറിയാമായിരിക്കും. അറിയാത്തവർക്കായി പറയട്ടെ, ഊസ് എന്ന ദേശത്ത് മഹാധനികനായ, എന്നാൽ ധനികനെന്ന് അറിയപ്പെടുന്നതിനേക്കാൾ നിഷ്കളങ്കനും നീതിമാനും നേരുള്ളവനും, അർത്ഥം ദൈവത്തിൻ്റെ ഭക്തരെന്ന് അറിയപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന്റെ ജീവിതത്തിൽ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത നേരത്ത് വലിയ പ്രതിസന്ധികൾ കടന്നു വന്നു. കടലിൽ സമ്പത്തുണ്ടായിരുന്നവർ കടലിൽ സമ്പത്ത് ഇല്ലാത്തവനായി മാറി. കരയിൽ സമ്പത്തുണ്ടായിരുന്നവൻ കരയിലെ സമ്പത്ത് നഷ്ടപ്പെട്ടവനായി മാറി. പുത്രസമ്പത്തുണ്ടായിരുന്നവൻ പുത്രസമ്പത്ത് ഇല്ലാത്തവനായി മാറി. ബഹുജനം സുഹൃത്തുക്കളായി ബന്ധുക്കളായി ഉണ്ടായിരുന്നവൻ ആരും ഇല്ലാത്തവനായി മാറി. ഈ സമയത്ത് തന്നെ ആശ്വസിപ്പിക്കുവാനായി 4 സ്നേഹിതന്മാർ കടന്നു വരുന്ന സ്നേഹിതന്മാർ യോബിന്റെ അവസ്ഥ കണ്ട് സഹതപിക്കുന്നതിനും ആശ്വസിപ്പിക്കുന്നതിനും പകരം യോബിനെ കുറ്റം പറയുന്നത് യോബിന്റെ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാനായി കഴിയുമല്ലോ. പരിഹസിക്കുന്നു, കളിയാക്കുന്നു, കുറ്റം പറയുന്നു. യോബിന്റെ വിശ്വാസം തന്നെ തെറ്റാണ്, നീ കരുതുന്നത് പോലെയല്ല, നീ നീതിമാനാണെങ്കിൽ ഇങ്ങനെ ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. അതാണ് നിന്നെ ഏറെ സങ്കടപ്പെടുത്തുന്ന കാര്യം. ആശ്വാസമായി മാറുമെന്ന് കരുതുന്നവരോട് നിന്റെ സങ്കടങ്ങളുടെ കെട്ടഴിക്കുമ്പോൾ അവരതിനെ തൊഴിച്ച് കളഞ്ഞിട്ട് നിന്റെ ജീവിതം ശരിയല്ല, നിന്റെ വിശ്വാസ ജീവിതം ശരിയല്ല, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പോരാ, ഇങ്ങനെ ഉപവസിച്ചാൽ പോരാ, ഇങ്ങനെ കരഞ്ഞാൽ പോരാ, ഇങ്ങനെ നിലവിളിച്ചാൽ പോരാ. പ്രിയരേ, നിങ്ങൾ ചതിക്കപ്പെടരുതേ. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പിശാചിന്റെ ചതിക്ക് നിങ്ങൾ ഇരയായി തീരരുതേ. ആമേൻ. 10 പേരെ നിരത്തി നിർത്തി 10 പേര് ഒരേപോലെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്നവനല്ല ദൈവം. ആമേൻ. നിന്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ് നിന്റെ തകർന്ന ഹൃദയത്തിൽ നിന്നുള്ള നിലവിളിയുടെ ശബ്ദം അത് വ്യത്യസ്തമായി നിന്റെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് തിരിച്ചറിയുന്നവനാണ് ദൈവം. ആമേൻ. ഒരു പരീക്ഷ എഴുതി ജയിക്കുന്നത് പോലെ അല്ല പ്രാർത്ഥിച്ച് ജയിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. ഒരാൾ പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെ അവനും 10 മണിക്കൂർ പ്രാർത്ഥിച്ചു, ഞാനും 10 മണിക്കൂർ പ്രാർത്ഥിച്ചു, ഇവനും 10 മണിക്കൂർ പ്രാർത്ഥിച്ചു, അതുകൊണ്ട് ഞങ്ങൾ അതും ഇതും ഒരുപോലെ കിട്ടി. അല്ല, അങ്ങനെ അല്ല ദൈവം പ്രാർത്ഥന കേൾക്കുന്നത്. 430 വർഷത്തിൽ ഏകദേശം 100-ലധികം വർഷങ്ങൾ, വ്യക്തമായി പറഞ്ഞാൽ 100-ലധികം വർഷങ്ങൾ. എപ്പോഴാണ് യോസേഫിനെ അറിയാത്തൊരു ഭരണാധികാരി മിസ്രൈമിൽ ഉണ്ടായ സമയം മുതൽ, കഠിന വേലകൾ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത് മുതൽ, അതായത് അവർ ഇടയന്മാരാണ്, അജപാലകന്മാരാണ്, അവരെ കളിമണ്ണ് ചവിട്ടുന്നവരാക്കി മാറ്റിയ സമയം മുതൽ, ഇഷ്ടികക്കളത്തിലെ അടിമകളാക്കി മാറ്റിയ സമയം മുതൽ, ജനിപ്പിക്കുന്ന മക്കളെ വളർത്തുവാൻ കഴിയാതെ ആ മക്കളെ സ്വന്തം കൈകൊണ്ട് കൊന്നുകളയുന്ന മാതാവും പിതാവുമാക്കി മാറ്റിയത് മുതൽ, ഊഴിയ വിചാരകന്മാരാൽ ഉപദ്രവിക്കപ്പെട്ടത് മുതൽ അവർ നിലവിളിക്കുന്നുണ്ട്. ഞാൻ പറയും, ഏകദേശം 100-ലധികം വർഷങ്ങൾ അവർ നിലവിളിച്ചു. അവസാനം ദൈവം നിലവിളിയുടെ ശബ്ദം കേട്ടു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരിക. മോശേ, എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു. എത്ര നാളുകൊണ്ട്? 100-ലധികം വർഷങ്ങളായി ഞാൻ കേട്ടുകൊണ്ടേയിരിക്കുന്നു. എന്തൊരു നീണ്ട പ്രാർത്ഥന! 100 വർഷത്തെ പ്രാർത്ഥന, 100 വർഷത്തെ കരച്ചിൽ. ആമേൻ. അതിനർത്ഥം എല്ലാവരും 100-ലധികം വർഷങ്ങൾ കരയണം, പ്രാർത്ഥിക്കണമെന്നാണോ? തലമുറകളായി പ്രാർത്ഥിക്കണമെന്നാണോ? ഒരിക്കലുമല്ല. നോക്ക്, ഹാഗർ എന്നൊരു സ്ത്രീയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു. ഹാഗർ തൻ്റെ തലമുറയുടെ മരണം കാണുവാൻ വയ്യ എന്ന് പറഞ്ഞു ഒരൊറ്റ നിലവിളി. താങ്ക് യു ലോർഡ്. ആ സമയം ഉറവ തുറക്കപ്പെട്ടു. ഒരൊറ്റ സെക്കൻഡ്. 100 വർഷത്തിലധികമുള്ള നിലവിളിയില്ല, ഒരൊറ്റ
ഒരൊറ്റ നിലവിളി. അതാ പറഞ്ഞത്, വ്യത്യസ്തമായ മനുഷ്യർ, വ്യത്യസ്തമായ സാഹചര്യങ്ങൾ, വ്യത്യസ്തമായി ബാധിക്കപ്പെട്ട അനുഭവത്തിലുള്ള നിലവിളിയെ തിരിച്ചറിയുന്ന ഒരു ദൈവമുണ്ട്. ലോകത്തിലെ മനുഷ്യനെ പോലെയല്ല നിന്റെ ഹൃദയം കാണുന്ന ദൈവം. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, നിന്റെ ഹൃദയം കാണുന്ന ഒരു ദൈവം നിന്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അയ്യോ, അങ്ങനെ വിധിച്ച അവർ പരിഹസിച്ചു, കളിയാക്കി, യോബിനെ കുറ്റം പറഞ്ഞിട്ട് പോയി. ദൈവമോ തന്റെ കോപത്തെ വർദ്ധിപ്പിച്ചു. ദൈവം കോപിച്ചു. കാരണം യോബ് ഇതെല്ലാം കേട്ട് മിണ്ടാതെ ഒരു പൊട്ടനെ പോലെ ഇരുന്ന് തന്നോട് തന്നെ സംസാരിക്കുക. ഓ താങ്കിലോടെ ശിവനാമത്തിൽ. അതേക്കുറിച്ച് വരും ദിവസങ്ങളിൽ നിങ്ങൾ കേൾക്കും കൃപയാൽ. ആമേൻ. അധികം എല്ലാ ദിവസങ്ങളിലും കേൾക്കണം, കാണണമെന്ന് ആഗ്രഹമുള്ളവർ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രതിദിന മെസ്സേജുകളും സഭ ശുശ്രൂഷയുടെ മെസ്സേജുകളും ലൈവായും അല്ലാതെയും ഒക്കെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. തീർച്ചയായും അത് വലിയ അനുഗ്രഹത്തിന് കാരണമായിരിക്കും. യോബ് അവരോട് പ്രതികാരം ചെയ്യാത്തത് കൊണ്ട് നിന്നെ ഞാൻ ഓട്ടിച്ചിട്ട് അടിക്കൂടാ, നീ ഇനി ഈ ഏരിയയിൽ കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് അവനെ വടിയെടുത്ത് അടിക്കാത്തത് കൊണ്ട് ദൈവം അതേ വ്യക്തികളോട് പകരം ചെയ്തു. എങ്ങനെ? യോബിനെ ആദരിക്കുന്നവരാക്കി അവരെ മാറ്റി. ആവർത്തിച്ച് പറയട്ടെ, അവർ യോബിനെ ആശ്വസിപ്പിച്ചു, യോബിനെ ആദരിച്ചു, പൊൻമോതിരവും പൊൻനാണയവും യോബിന് കൊടുത്തു. ആമേൻ. ദൈവം നിന്റെ പ്രിയപ്പെട്ടവരോട് പ്രതികാരം ചെയ്യുന്നത് അവരെ തലങ്ങും വിലങ്ങും തല്ലി കൊന്നിട്ടല്ല, അവരെ നശിപ്പിച്ച് നിന്റെ ജീവിതം നരകമാക്കിയിട്ടല്ല. ദൈവം നിന്റെ തലമുറയോട് പ്രതികാരം ചെയ്യുന്നത് അവനെ നശിപ്പിച്ചിട്ടല്ല, അവനെ മാനസാന്തരപ്പെടുത്തിയിട്ട. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ ഏൽപ്പിച്ചു കൊടുക്ക് നിന്റെ തലമുറയെ ദൈവകരങ്ങളിൽ. ആമേൻ. ആരെങ്കിലും പറയുന്നത് പോലെ നിന്റെ തലമുറയെ കൊന്നിട്ട് നിന്നെ അങ്ങനെ തനിമരമാക്കി നിർത്തി, അയ്യോ ഞാൻ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയുന്ന, അയ്യയ്യേ, അങ്ങനെ വിശ്വസിക്കരുതേ. ഈ ലോകത്തിന്റെ വാക്കുകൾ വിശ്വസിക്കരുത്. പടുഭാവികൾ നിന്നെ ചതിക്കുക. കേൾക്ക്, ദൈവത്തിന്റെ പ്രതികാരം അവന്റെ മാനസാന്തരത്തിന് കാരണമായി മാറും. അവർ യോബിനെ തിരിച്ചറിയണം, ഇവനൊരു ഭക്തനാണ്, ഇവന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം. നിന്റെ ഭർത്താവ് തിരിച്ചറിയുവാൻ പോകുക. പിശാച് ഈയം ഒഴിച്ച് കാതടപ്പിച്ച നിന്റെ ഭർത്താവ്, പലരും വിഷം ചീന്തി നിന്റെ ഭർത്താവിന്റെ കാതടപ്പിച്ചു. അതെ, ആ ഭർത്താവ് തന്നെ. ആമേൻ, സ്തോത്രം. അവൻ മനസ്സിലാക്കിയ നീ നേരുള്ളവളാ. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ സഹോദരി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. മാതാവേ, പിതാവേ, നിങ്ങൾ എന്താണെന്ന് നിങ്ങളുടെ മക്കൾ മനസ്സിലാക്കുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. അവരെ കർത്താവ് മനസ്സാന്തരപ്പെടുത്തും. നിങ്ങൾ ആദരിക്കുവാൻ തക്കവണ്ണം സഹോദര, നിന്റെ ഭാര്യയെ എൻ്റെ കർത്താവ് മാനസാന്തരപ്പെടുത്തും. അവളോട് പകരം ചെയ്ത് എൻ്റെ ദൈവം മാനസാന്തരം ചെയ്യും. ദൈവത്തിൻ്റെ പ്രതികാരം അങ്ങനെയാ. ആമേൻ. നിന്റെ ഭർത്താവിനെ കൊന്ന്, നിന്റെ ഭാര്യയെ കൊന്ന്, നിന്റെ അമ്മയപ്പനെയും കൊന്ന്, നിന്റെ മക്കളെ കൊന്ന്, നോ, അതല്ല ദൈവത്തിൻ്റെ പ്രതികാരം. അവന്മാരൊക്കെ എത്ര അധ്യായങ്ങളിലാ ഓടി നടന്ന് പരിഹസിച്ചവരാ, കളിയാക്കിയവരാ, കുറ്റം പറഞ്ഞവരാ. യോബിൻ്റെ അടുക്കൽ കടന്നു വന്ന് യോബിനെ ആദരിക്കുന്നു. എത്ര വലിയ സന്തോഷമാ. ആർ യു റെഡി? ആ ആദരിക്കൽ ചടങ്ങിലേക്ക് പ്രവേശിക്കുവാൻ ഇന്നലകളിൽ കുറ്റം പറഞ്ഞ് ഓടിയവരെയൊക്കെ ദൈവം മടക്കി വരുത്തി നിന്നെ ആദരിപ്പിക്കുവാൻ പോയി. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. ആമേൻ, സ്തോത്രം. അത് ദൈവത്തിൻ്റെ പ്രതികാരം ഭയങ്കര ഒരു സംഭവമാണ്. ആമേൻ. നമ്മൾ പ്രതികാരം, ദൈവം പ്രതികാരം ചെയ്യും, ദൈവം യുദ്ധം ചെയ്യും, ദൈവം നശിപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് ദൈവം രാവിലെ വടിവാളും വാരിക്കുന്തവുമായിട്ട് പമ്മി നിന്ന് വഴിയെ പോണവരെല്ലാം കുത്തിക്കൊല്ലും, ഒരുത്തനെ എറിഞ്ഞു കൊല്ലും, ഒരുത്തനെ തള്ളിയിട്ട് കൊല്ലും, ഒരുത്തനെ ഓടിച്ചിട്ട്. അയ്യയ്യോ പൊട്ട മനുഷ്യ, കേൾക്ക്, ദൈവം അങ്ങനെയൊന്നും അല്ല പ്രതികാരം ചെയ്തത്. ദൈവത്തിന് വേറെ വേലയില്ല. ആമേൻ, സ്തോത്രം. അവൻ്റെ ഉള്ളിൽ ആ പന്ന മനുഷ്യനെ കൊല്ലും ദൈവം. ആമേൻ. എന്നിട്ട് ആ നല്ല മനുഷ്യനെ പുറത്തോടൂ. സ്തോത്രം. ആമേൻ, സ്തോത്രം. അതിന് ചില ചെറിയ ബാലാരിഷ്ടതകളിലൂടെയൊക്കെ കടത്തിവിടും. ചില ചെറിയ പരീക്ഷകളിലൂടെയൊക്കെ കടത്തിവിടും. ആമേൻ, സ്തോത്രം. ഒരിക്കൽ ഒരു സഹോദരി പ്രൈസർ ഫാമിലിയിലേക്ക് ഇതുപോലെ വിളിച്ച് പറഞ്ഞു തുടങ്ങിയതിൻ്റെ കാലമാടം ദുഷ്ടൻ, കർത്താവേ ഈ മുടിഞ്ഞവനെ എനിക്ക് തന്നല്ലോ, ദൈവദാസനെ നിങ്ങൾക്കറിയാമോ അങ്ങനെ ഒരുത്തൻ. ഞാൻ പറഞ്ഞു, സഹോദരി നിന്റെ ഭർത്താവാണ്, അങ്ങനെ ഒന്നും പറയരുത്. അവൻ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ദൈവദാസനെ പറയെ എനിക്ക് കിട്ടും. അത് തന്നെയാണ് പലരുടെ അവസ്ഥ. പറയെ ഇടി കിട്ടിക്കൊണ്ടിരിക്കുക, പറയെ തെറി കൂടിക്കൊണ്ടിരിക്കുക, ഞാൻ പറഞ്ഞ് അങ്ങനെ നീ പറഞ്ഞു കൂടുതൽ വാങ്ങുന്ന എന്തിനാ? മിണ്ടാതിരുന്ന് നിന്റെ ദൈവം ആരെന്നറിയും. അപ്പോൾ ഉടനെ
എത്രയെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കും ദൈവദാസനെ, എത്രയെന്നുള്ളത് പിന്നെ നീ മിണ്ടാതിരിക്കുക. ആ സഹോദരി പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, ഉപവസിക്കുവാൻ തുടങ്ങി. പിന്നെ പുള്ളിക്കാരിക്ക് മിണ്ടാൻ സമയമില്ല. അതങ്ങനെ പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ളവർക്കറിയാം. പിന്നെ മിണ്ടാൻ സമയം കാണത്തില്ലേ ആരോട്? ലോകത്തോട്. പിന്നെ ഫുൾ ദൈവത്തോടാണ് മിണ്ടക്കം വിടുക. താങ്കിലോടെ യേശുവിൻ നാമത്തിൽ ആഗ്രഹമുണ്ടോ ദൈവത്തോട് സംസാരിക്കണമെന്ന്? ആമേൻ. കോൺടാക്ട് ചെയ്യും. പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട്. ആ ദൈവശബ്ദം നിങ്ങൾ കേൾക്കും. ഞങ്ങൾ മാത്രമല്ല, നിങ്ങളും കേൾക്കും. താങ്കിലോട് ഒരിക്കൽ കൂടി നിങ്ങളുടെ ചെവി കൊണ്ട് നിങ്ങൾ കേൾക്കുമെന്ന്. ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കും. ഞങ്ങൾ കണ്ണുകൊണ്ട് ദൈവത്തെ കാണുന്നത് പോലെ നിങ്ങളും കാണും. ആമേൻ. സ്തോത്രം. നോ ഡൗട്ട്. ഞാൻ ദൈവത്തിന്റെ മകനെങ്കിൽ നീയും ദൈവത്തിന്റെ മകനാണ്, മകളാണ്. സ്തോത്രം. ആ സഹോദരി അങ്ങനെ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. ഒരു ദിവസം ഈ സഹോദരൻ ഇങ്ങനെ ഭാര്യയോട് കാണിക്കുന്ന തുന്നമെടുക്ക് പോലെ, ഭാര്യയോട് തുന്നമെടുക്കാണല്ലോ കാണിക്കുന്നത്. ആമേൻ. അവളെ അപ്പനും അമ്മയും ഇട്ടിട്ട് അല്ല, അവരെ കെട്ടിച്ചു വിട്ടു. ഇനി അവൾക്ക് ആരുണ്ട്? അപ്പനുമില്ല, അമ്മയുമില്ല, ആരുമില്ല. എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും അങ്ങനെ ചിന്തിക്കുക. അതേ മനോഭാവത്തിൽ പുള്ളി ഇങ്ങനെ ബൈക്ക് ഓടിച്ച് റോഡിൽ കൂടെ വരുമ്പോൾ എതിരെ ഒരു വണ്ടി വന്നു. അപ്പോൾ പുള്ളിക്ക് ഇതേ ചിന്ത വന്നു, എൻ്റെ ഭാര്യയാണ് എതിരെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ കാണണമല്ലോ അവളങ്ങനെ എതിരെ വന്നത് ഭാര്യയല്ല എന്ന് ആശുപത്രിയിൽ ഇങ്ങനെ കിടന്നപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത്. ആമേൻ. അയ്യോ, പ്രതികാരമൊന്നുമല്ല, ഒരു ചെറിയ തട്ട് കൊടുത്തതാണ്. എടാ മര്യാദയ്ക്ക് ജീവിരടാ എന്ന് പറഞ്ഞതാ. സ്തോത്രം. ഏകദേശം 21 ദിവസം ആശുപത്രിയിലും അത് കഴിഞ്ഞ് ഏകദേശം 3 മാസത്തോളം വീട്ടിൽ റെസ്റ്റ്, ഒരേ കിടപ്പ്. അയ്യോ, ഈ കഴിഞ്ഞ മാസം ആ സഹോദരിയും കൂടെ വന്നു. ഞങ്ങളുടെ വീട്ടിൽ സോഫയിലിരിക്കുക. ആ സഹോദരിയുടെ തോളിൽ കൂടെ കൈയിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുക. പറയുന്നത് എൻ്റെ ഭാര്യ. ഞാനിങ്ങനെ ആ സഹോദരിയെ നോക്കി, സഹോദരി നീ എവനെക്കുറിച്ചാണോ പറഞ്ഞത്? അപ്പോൾ പറയുക, ഇങ്ങനെ പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു ദൈവദാസന്, ഇപ്പോഴാണ് ഇങ്ങനെ ആയത്. അവൻ അത്രയേ ഉള്ളൂ. ദൈവം ആക്കും. താങ്ക് യു. യേശുവിൻ നാമത്തിൽ കർത്താവ് മാനസാന്തരപ്പെടുത്തും. നോക്കൂ, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ സ്തെഫാനോസ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തെഫാനോസിനെ കൊല്ലുന്നതിൽ ശൗലിന് വിരോധമില്ലായിരുന്നു. അർത്ഥം, ശൗലിന് ഓർഡർ ഇടുവാനുള്ള അധികാരം ഉണ്ടായിരുന്നു. 9-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്കത് കാണുവാൻ കഴിയും. അധികാരപത്രം സിദ്ധിച്ചവനാണ്, ഉള്ളവനാണ്. അപ്പൊ ഈ പൗലോസ് സമ്മതിച്ചു, അവനെ കൊല്ലടാ. സഭയെ മുടിക്കുവാൻ ഒരുത്തൻ എഴുന്നേറ്റു. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും? വിടത്തില്ല. ആമേൻ. തല്ലിക്കൊന്ന്. അയ്യോ, അപ്പോഴും അവിടെ കിടക്കുന്നേ ഉള്ളൂ, ഇനി വാന്നേ. ആമേൻ. സ്തോത്രം. കേൾക്ക്. അപ്പൊ ദൈവം എന്ത് ചെയ്തു? തൊട്ടു. ആമേൻ. 9-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ഒന്ന് വീണു. ആമേൻ. തുടർന്ന് നോക്കിയേ, ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. ഈ തൊട്ട സമയത്ത് ദൈവത്തിന്റെ കോപം ജ്വലിച്ചിട്ടാ തൊട്ടെ. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ കോപം ജ്വലിച്ചത്? കാരണം ശൗലിനോട് സഭ, 1-ാം നൂറ്റാണ്ടിലെ സഭ, അവരാരും പ്രതികാരം ചെയ്യാൻ പോയില്ല. ശൗലിനെ വളഞ്ഞിട്ട് പിടിക്കാനോ വളഞ്ഞിട്ട് ഇടിക്കാനോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാനോ ശൗലിനെതിരെ ട്രോൾ ഉണ്ടാക്കാനോ. സ്തോത്രം. അതാണല്ലോ ട്രെൻഡ് ഇപ്പോൾ. അയ്യോ, പാസ്റ്റർമാരൊക്കെ ട്രോളുകൾ കാണണം. ആമേൻ. നമ്മളൊക്കെ മാനസാന്തരപ്പെട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഓക്കെ, നിങ്ങൾ മാനസാന്തരപ്പെട്ടതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കാണാൻ പോലും കണ്ണു കൊടുക്കരുതേ പ്രിയരെ. സ്തോത്രം. അപ്പൊ നോക്കിയേ, ദൈവം കോപിച്ചു. ദൈവം ശൗലിനോട് കോപിച്ചു. ഫലം എന്താണ്? ശൗലിനെ ദൈവം തൊട്ടു. തുടർന്ന് എന്താ സംഭവിക്കുന്നേ? ആമേൻ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 9:22 വരുമ്പോൾ പൗലോസ് എഴുന്നേറ്റ് നിന്നിട്ട് പറയുക, ക്രിസ്തു തന്നെ ദൈവം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാടാ, നിന്റെയൊക്കെ ന്യായപ്രമാണം കൊണ്ടുവാ, ഞാൻ ഇപ്പം തെളിയിച്ചു തരാം. ഏത്? ആമേൻ. നീ മൗനമായിരുന്നാൽ ദൈവമായിരുന്നു നീ തെളിയിക്കും. താങ്ക് യു ലോർഡ്. നീ മൗനമായിരുന്ന് ദൈവത്തിന്റെ കോപത്തിന് ഇടം കൊടുത്താൽ നിന്റെ തലമുറകൾ ദൈവത്തെ, ആമേൻ, അത് തന്നെ, നിന്റെ തലമുറകൾ ക്രിസ്തുവാരെന്ന് തെളിയിക്കുന്ന തലമുറകളായി മാറും. ദേശത്തിൽ ക്രിസ്തുവാരെന്ന് നിന്റെ തലമുറകളിലൂടെ തെളിയിക്കപ്പെടുവാൻ പോകുക. സ്തോത്രം. നിന്റെ പ്രിയപ്പെട്ടവരിലൂടെ, ആമേൻ, പള്ളി വിളിക്കാൻ നടക്കുന്നവരൊക്കെ ക്രിസ്തു തന്നെ ദൈവം ഒന്ന് തെളിയിക്കാൻ പോകും യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. അപ്പോൾ ദൈവം പ്രതികാരം ചെയ്യും. ദൈവത്തിന് പ്രതികാരം ചെയ്യുവാൻ അറിയാം. അതിനുവേണ്ടി ദൈവത്തിന് കോപിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. നുണ പറഞ്ഞു കൊടുത്ത സാഹചര്യം ഒന്നും ഉണ്ടാക്കേണ്ട, മറിച്ച് മൗനമായിരുന്നു ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. സഭ പ്രാർത്ഥിച്ചു. അപ്പോസ്തലനായ പൗലോസിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു. യേശുവേ, ഈ പൗലോസിനെ, ശൗലിനെ നിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്കായിട്ട് അവനോടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾക്കായിട്ടൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. നീ തന്നെ ഇവനെ സന്ദർശിക്കണമേ, നീ തന്നെ ഇവനെ സന്ദർശിക്കണമേ. സന്ദർശിച്ചു.
മാറിയ മാറ്റം കണ്ടോ? ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയരെ, ദൈവം സന്ദർശിക്കും, ദൈവം പകരം ചെയ്യും. നോക്കൂ, ഉൽപ്പത്തി പുസ്തകം 42-ാമത്തെ വാക്യത്തിൽ യോസേഫ് എന്നൊരു സഹോദരൻ്റെ മുമ്പിൽ, അവന് മുമ്പേ ജനിച്ച സഹോദരന്മാരെല്ലാം സാഷ്ടാംഗം വീണു കിടക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരാരെന്നറിയാമോ? ഈ യോസേഫിനെ ഉൽപ്പത്തി പുസ്തകം 37-ാം നിങ്ങൾ വായിച്ചു നോക്കുക. ഒട്ടക്കുഴിയിൽ ഇട്ട് കളഞ്ഞവർ, മിസ്രയീമിലെ അടിമ വ്യാപാരികൾക്ക് വിറ്റ് കളഞ്ഞവർ, അവൻ മരിച്ചു എന്ന് കള്ളസാക്ഷ്യം പറഞ്ഞവർ, അവരൊക്കെ അവൻ്റെ മുമ്പിൽ തലകുനിച്ചു. എന്തുകൊണ്ടാ? യോസേഫ് പ്രതികാരത്തിന് ഇറങ്ങാത്തത് കൊണ്ടാണ്. പ്രതികാരം നിൻ്റെതല്ല. വാക്ക് കൊണ്ടാകട്ടെ, പ്രവൃത്തി കൊണ്ടാകട്ടെ, നീ ഒരു വിശ്വാസിയാണെങ്കിൽ പ്രതികരണം നിൻ്റെ അല്ല. സ്തോത്രം. നിന്റെ സംസാരം മുഴുവൻ ദൈവത്തോടൊപ്പമായിരിക്കണം. നീ കേൾക്കുന്ന ഓരോ കുത്തുവാക്കുകളും നീ അറിയിക്കേണ്ടത് ദൈവത്തോട് മാത്രം. പകരം പറയരുതേ. ഒരു കുത്തു കുത്തിയ 2 കുത്ത് വേണ്ടെന്നേ. ഒരു കരണത്തടിച്ച 2 കരണവും കാണിച്ചു കൊടുക്കുവാൻ പറഞ്ഞത് ദൈവം അതറിയുവാൻ വേണ്ടിയാ. നിന്റെ ഹൃദയത്തിലെ തകർന്ന അനുഭവങ്ങളെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ആ ദൈവം നിനക്ക് വേണ്ടി പകരം ചെയ്യും. നോക്കൂ, യോവേൽ പ്രവാചകന്റെ പുസ്തകം 2:25 പറയുന്നു, വെട്ടുകിളിയും തുള്ളനും തിന്നുപോയ സംവത്സരങ്ങൾക്ക് ദൈവം പകരം നൽകും. പ്രകൃതി സാഹചര്യങ്ങൾ, അതെ, നിന്റെ ജീവിതത്തിൽ വിതച്ച കളകളെ ദൈവം പറിച്ചു കളഞ്ഞ് നിനക്ക് കൊയ്ത്തനുഭവം തരും, പകരം തരും. പിശാച് നിന്റെ ജീവിതത്തിൽ ചെയ്ത ആ തിന്മ പ്രവൃത്തികൾക്ക് ദൈവം നന്മ പകരം തരും. ലോകവും പിശാചും നിന്റെ കയ്യിൽ നിന്ന് കവർന്നെടുത്ത ആ വർഷങ്ങൾക്ക് ദൈവം, സംവത്സരങ്ങൾക്ക് ദൈവം പകരം തരും. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളായിരിക്കുന്നു. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിലും എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടി വരുത്തുക. അതുപോലെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയവുമായി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നതുപോലെ അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റുവാൻ നിങ്ങൾക്കും അവസരമുണ്ട്. സ്പോൺസർ ചെയ്തുകൊണ്ട് താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നതിനായി എല്ലാ വെള്ളിയാഴ്ചകൾ രാവിലെ 11:30 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ലൈവിൽ ജോയിൻ ചെയ്യാം. ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ലൈവായി കമൻറ്റ് ചെയ്യുക. ലൈവായി തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ സമയം നിങ്ങളൊരു അത്ഭുതത്തെ കാണും, വിടുതലെന്ന അത്ഭുതത്തെ കാണും. എല്ലാ ഞായറാഴ്ചകളിലും പ്രൈസർ ഫാമിലിയുടെ സഭാരാധന രാവിലെ 10 മണി മുതൽ ആരംഭിക്കും. നിങ്ങളൊരു ആത്മീയ ആരാധന ആയിരിക്കുന്നവരാണെങ്കിൽ ലൈവിൽ ജോയിൻ ചെയ്യാൻ കടന്നു വരുവാൻ കഴിയുന്ന ദൂര പരിധിക്കുള്ളിലായിരിക്കുന്നവരുണ്ടെങ്കിൽ കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളെ കാണുന്നവരും പ്രവർത്തിക്കുന്നവരുമായി മാറാം. ഞായറാഴ്ച വൈകുന്നേരം 3 മണി മുതൽ നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് MS പ്ലാസയുടെ താഴെ പ്രൈസർ ഫാമിലിയുടെ ഞായറാഴ്ച ആരാധനയുടെ 2ാമത്തെ സെക്ഷനുണ്ട്. കടന്നു വരിക. വിടുതലിൻ്റെ ശുശ്രൂഷയിൽ പങ്കാളികളാകുക, ഒപ്പം ചേരുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടിവരുത്തുക. എന്നാ കണ്ണടച്ചോ. ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരിലെ രോഗികളെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അടിയൻ സൗഖ്യമാക്കുന്നു. ഓ താങ്ക് യു ലോർഡ്. എല്ലാ രോഗങ്ങളും വിട്ടുമാറിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, ദീർഘനാളുകളായി ആശുപത്രി ഒഴിഞ്ഞ സമയമില്ലാതെ ആയിരിക്കുന്നവർ ഇന്നു മുതൽ സുഖമായി ഭവനത്തിൽ പാർത്ത് അപ്പന്റെ നാമത്തെ ഉയർത്തട്ടെ. ഓ താങ്ക് യു ലോർഡ്. ആശുപത്രി കിടക്കകളിൽ ഈ ശബ്ദം കേൾക്കുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും യേശുവിനോ, ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ, സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. ഓ താങ്ക് യു ലോർഡ്. പഠിക്കുന്ന കുഞ്ഞ് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് അതെ, നിന്റെ കുഞ്ഞിനെ കർത്താവ് തൊടുകയാണ്. ആ പൈശാചിക വ്യാപാരം കുടുംബത്തിൽ നിന്ന് വിട്ടുപോകുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോ. ആമേൻ. ആ പാരമ്പര്യം വിട്ടുമാറുക. യെസ്, കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു, കടഭാരങ്ങൾ വിട്ടുപോ. യേശുവിൻ നാമത്തിൽ എല്ലാ ബാധിപ്പുകളും വിട്ടുമാറട്ടെ. പലിശ കടങ്ങൾ മാറിപ്പോകട്ടെ, ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. നന്മകളുടെ മേലുള്ള അവകാശവാദങ്ങളെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. വിട്ടുമാറട്ടെ.
തലമുറകളുടെ മേലുള്ള അവകാശവാദങ്ങൾ മാറട്ടെ. അവരുടെ വിദ്യാഭ്യാസം, ഭാവി തടസ്സമായി നിൽക്കുന്ന പോരുകൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. വിദേശ നന്മകൾക്കായി ആഗ്രഹിച്ചായിരിക്കുന്നവർ യേശുവെ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. വിസകൾ ലഭിക്കട്ടെ. വിസ പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ. നിയമങ്ങൾ മാറ്റി എഴുതപ്പെടട്ടെ. തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവരെ ഘടകങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശോപ്പ അനുഗ്രഹിക്കപ്പെട്ട ജോലി നൽകി മാനിക്കണമേ. തൊഴിൽ അനുഭവങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ ഇവർക്ക് നന്മയായി മാറട്ടെ. ഇവർ മുഖാന്തരം സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർക്ക് ലഭിക്കുവാനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. മദ്യപാന, വ്യഭിചാര, വെറുക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്ത് നിന്ന് മാറിപ്പോകട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ, ഐക്യതയിൽ ചേർന്ന് വരട്ടെ. മദ്യപാന, വ്യഭിചാര, വെറുക്കൂത്തുകൾ പൂർണ്ണമായി വിട്ടുമാറട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ, വസ്തുക്കൾ വാങ്ങട്ടെ, പാർപ്പിടങ്ങൾ പണിയട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ, ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിയും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.